ഒരു മനുഷ്യനെ കണ്ടാൽ ശൈത്താൻ വഴിമാറിപ്പോകുമായിരുന്നു. അക്കാലത്ത് സൂക്കുലുക്കാലയിൽ മൽപ്പിടുത്തത്തിൽ അദ്ദേഹത്തിനെ കവച്ചു വെക്കാൻ ആരുമില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ വരെ എല്ലാവരും ഭയപ്പെട്ടു പോയിരുന്നു. പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശക്തമായി എതിർക്കുകയും നബി തങ്ങളെ വധിക്കാൻ വേണ്ടി വാളൂരി പുറപ്പെട്ട അദ്ദേഹം തൻ്റെ സഹോദരി ഫാത്തിമയിൽ നിന്നും പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ തോഹ സൂറത്തിലെ ചില വചനങ്ങൾ കേട്ടുകൊണ്ട് മനം മാറി പിന്നീട് റസൂലിൻ്റെ അടുത്ത് പോയി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. സത്യമെന്തെന്നും അസത്യമെന്തെന്നും വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് റസൂൽ തങ്ങളെ അൽ ഫാറൂഖ് എന്ന് വിളിച്ചു. ഒരു ഖലീഫയായിരുന്നിട്ട് പോലും അദ്ദേഹം ഒരു രാജാവിനെ പോലെ ജീവിച്ചില്ല. രാത്രി സമയങ്ങളിലെല്ലാം നഗരത്തിലൂടെ ഇറങ്ങിക്കൊണ്ട് പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരുന്നു. യൂഫ്രട്ടീസ് നദി തീരത്ത് ഒരു നായി വെള്ളം കിട്ടാതെ മരണപ്പെട്ടു പോയാൽ അതിന് ഞാൻ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് പറഞ്ഞ് ലോകത്തിന് മാതൃകയായ നീതിമാനായ ഭയഭക്തിയുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. അവരാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു.